വൈകുന്നേരം 5:50 ആയപ്പോൾ ഒന്ന് വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ലക്ഷ്യം നമ്മളെ കണ്ണൂരിലെ കിടുക്കാച്ചി സ്പോട്ടായ മീൻകുന്ന് ബീച്ചിലേക്കാണ്. പക്ഷേ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കുറച്ച് റിസ്ക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ വളവട്ടത്തെ ബ്ലോക്കും ഈ റോഡിൻ്റെ പണ്ടാരടങ്ങിയ കുഴിയെല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോൾ ഏകദേശം നേരം വെളുക്കും. എന്നാലും വെച്ച് പിടിച്ച് ഈ കാണുന്നത് നമ്മളെ കളരിവാതിക്കൽ ക്ഷേത്രം, ഫേമസ് അമ്പലം കേട്ടോ. അങ്ങനെ മീൻകുന്ന് ബീച്ചിലേക്ക് പോകുന്ന വഴി നല്ലൊരു സ്പോട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ പൂതപ്പാറ നല്ല ഷെയ്ക്ക് കിട്ടുന്നൊരു കടയുണ്ട്. അവിടത്തേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഇത് തന്നെയാണ്, ആ കാണുന്ന കട തന്നെയാണ് SA ജ്യൂസ് SA കഫേ. ഇതാണ് ഷെയ്ക്കിലി പൂതപ്പാറയിൽ ഫേമസ് ആയിട്ടുള്ള കട. ഒരുവിധം നമ്മൾ കണ്ണൂർക്കാരെല്ലാവരും ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. പൂതപ്പാറയിലാണ് ഇത് വരുന്ന ലൊക്കേഷൻ. നല്ല ഫേമസ് ആയ കടയാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ഞാൻ അങ്ങനെ ഇതാ ഒരു ഇളനീർ ഷേക്കിന് ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്ത് വെക്കി. അങ്ങനെ അവിടുന്ന് ഒരു ഷേക്കും കുടിച്ച് നേരെ മീൻകുന്ന് ബീച്ചിലേക്ക് വിട്ട്. ഈ സമയം മീൻകുന്ന് ബീച്ചിലേക്ക് വരാൻ പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ വൈകുന്നേരത്തെ അവിടുത്തെ സൂര്യാസ്തമയം അത് കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ നേരിട്ട് കാണുമ്പോഴുള്ള ഫീലില്ലേ, ഇതൊക്കെ നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് ഇതാ കറക്റ്റ് വ്യൂയിലേക്കാണ്. ഉണ്ടാ ഈ ഒരു അസ്തമയം കാണാൻ വേണ്ടി വൈകുന്നേരമായി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ മുകളിൽ, അതായത് ഈ മീൻകുന്നിൻ്റെ മുകളിൽ നിന്ന് സൂര്യാസ്തമയം കറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ താഴോട്ട് ഇറങ്ങാൻ ഇതാ ഈ വഴി നേരെ വെച്ച് പിടിച്ചാൽ താഴോട്ടേക്ക് നമുക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ അവിടെയെല്ലാം പോയി ചൂണ്ടിയിടാം. അതാ ഒരു ചേട്ടൻ അവിടുന്ന് ചൂണ്ടിയിടുന്നുണ്ട്. നമ്മളെ കണ്ണൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറിയാണ് ഈ മീൻകുന്ന് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. എനിക്കൊന്ന് പയ്യാമ്പലം ബീച്ചിൻ്റെയും ചാൽ ബീച്ചിൻ്റെയും ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ബീച്ചാണ് മീൻകുന്ന് ബീച്ച്. അതായത് അഴീക്കോട് പഞ്ചായത്താണ് ഇത് വരുന്നത്. ഈ മീൻകുന്ന് ക്ലിഫ് എന്നുള്ള വ്യൂ ഉണ്ടല്ലോ, പൊളിയ, ഒരു രക്ഷയില്ല. അത് കണ്ട് തന്നെ അറിയണം. പ്രത്യേകിച്ച് ആ സൂര്യാസ്തമയെല്ലാം നല്ല കിട്ടുക്കാച്ചേരി ഇവിടുന്ന് കിട്ടും. ഈ മീൻകുന്ന് ക്ലിഫ് നിന്ന് നേരെ താഴെ കാണുന്ന സംഭവം കണ്ട, അതാണ് മീൻകുന്ന് ബീച്ച്. ഈ സംഭവങ്ങൾ ബീച്ചിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്ന ടീംസായത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മെയിൻ ഫുട്ബോളാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങൾ നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മീൻകുന്ന് ബീച്ച്. അത് നിങ്ങൾക്ക് ഏകദേശം ഈ ബീച്ചിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഈ മീൻകുന്ന് ക്ലിഫ് നിന്ന് ആ കാണുന്ന ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ മീൻകുന്ന് ക്ലിഫ് നിന്ന് ഈ വഴി
താഴോട്ട് നടന്ന ആ കാണുന്ന നമ്മളെ മീൻകുന്ന് ബീച്ചിലേക്ക് എത്തും. ചെറിയൊരു ഗുഹ പോലെയാണ്, ആ കാടിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളോട്ടേക്ക് നടക്കുന്നത് ഇരുട്ടായി വരെയാണ്. ഏകദേശം വൈകുന്നേരം ആയില്ലേ, ഇതാ കംപ്ലീറ്റ് ഇരുട്ടായി. ഇതാ ഈ കാണുന്ന ഓരോ സ്റ്റെപ്പും മെല്ലെ മെല്ലെ ഇറങ്ങി, ചുറ്റും കാടാണേ, മെല്ലെ ഇറങ്ങി താഴെ എത്തുന്നത് നമ്മൾ ആ മീൻകുന്ന് ബീച്ചിലേക്കാണ്. അങ്ങനെ നമ്മളിതാ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി ഏകദേശം മീൻകുന്ന് ബീച്ചിലേക്ക് എത്തി. ഇതാ ഈ കാണുന്നതാണ് മീൻകുന്ന് ബീച്ച്. നമ്മൾ ആ മീൻകുന്ന് ക്ലിഫ് ടോപ്പിൽ നിന്ന് കണ്ടില്ലേ ആ സംഭവം. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ആ മുകളിൽ നിന്ന് കണ്ട സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ആദ്യം ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നത് പയ്യാമ്പലം ബീച്ച് അല്ലെങ്കിൽ ചാൽ ബീച്ച് എന്നീ സ്ഥലത്തേക്കാണ്. എനിക്ക് തോന്നുന്നു ഈ മീൻകുന്ന് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ആരും ഈ ഒരു ഏരിയയിലേക്ക് അധികം ആൾക്കാർ ആദ്യം വരുന്നതായിട്ട് കാണാറില്ല, പറയുന്നതും കേട്ടിട്ടില്ല. പിന്നെ അറിയാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഗ്യാരണ്ടി ഫാമിലി ആയിട്ട് വന്ന് ഫ്രണ്ട്സായിട്ടുള്ള വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബീച്ച്. നല്ല വ്യൂ ആണ്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വന്നാൽ കിട്ടും സംഭവം. ഇവിടെ വന്നപ്പോഴാണ് ഈ ബീച്ചിന് വേറെ 2 പേരുകൾ ഞാൻ കേട്ടത്. ഒന്ന് കള്ളക്കടപ്പുറം അല്ലെങ്കിൽ ഹിഡൻ ബീച്ച്. ഈ കള്ളക്കടപ്പുറം എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഐഡിയ കിട്ടിയില്ല. ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഹിഡൻ ബീച്ച് എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഈ കാണുന്ന കട എന്ന് വെച്ചാൽ നമ്മളെ മീൻകുന്ന് ക്ലിഫില്ലേ, അവിടെയുള്ള ചെറിയ ചായക്കടയാണ്. അത്യാവശ്യം ചായയും കല്ലുമക്കായെല്ലാം അവിടെ നിന്ന് കിട്ടും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ എല്ലാവരോടും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.